മലയാളം ബിഗ് ബോസ് സീസൺ 7 ലൈവ് അപ്ഡേഷൻ നോക്കാം. ലൈവില് ഇപ്പോൾ ഉല്ലാസയാത്ര എന്ന ടിക്കറ്റ് ടു ഫിനാലെ ടാസ്ക് നടക്കുകയാണ്. ഈ ടാസ്കിൽ നിന്നും ആദ്യം പുറത്തായിരിക്കുന്ന വ്യക്തി നെവീനാണ്. നെവീൻ പുറത്തായി കുറച്ച് കഴിഞ്ഞപ്പോൾ അനുമോളുമായി ചെറിയൊരു വാക്കുതർക്കം ഉണ്ടാകുന്നു. അപ്പോൾ അനുമോള് പറയുന്നുണ്ട്, ഞാൻ പറയുമടാ, ഇവിടുന്ന് പുറത്തിറങ്ങി കഴിഞ്ഞാൽ എല്ലാവരോടും പറയും, ഈ ഷോ കാണുന്ന 3.5 കോടി ജനങ്ങളോടും നിന്നെക്കുറിച്ച് ഞാൻ വിളിച്ചു പറയുമെന്ന്. പറയണേ, പറയാതിരിക്കരുതേ എന്നൊക്കെ നെവീനും തിരിച്ച് അനുമോളോട് പറയുന്നു. എങ്കിൽ നിന്നെ ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞ് നെവീൻ നേരെ അനുമോളുടെ ബെഡിലേക്കാണ് പോകുന്നത്. എൻ്റെ സാധനങ്ങളൊന്നും എടുക്കരുത്, ഞാനത് അധ്വാനിച്ച കാശ് കൊണ്ട് വാങ്ങിച്ചതാണ് എന്നൊക്കെ അനുമോള് പറയുന്നുണ്ട്. ഇതൊന്നും കേൾക്കാതെ നെവീൻ നേരെ ബെഡ്റൂമിൽ ചെല്ലുന്നു. എന്നിട്ട് അനുമോളുടെ ബെഡ് സ്പേസ് ഒക്കെ തുറക്കുന്നുണ്ട്. അനുമോളുടെ തുണിയുടെ ഇടയിൽ നിന്നും രാവിലെ അനുമോളും നൂറയും കിച്ചണിൽ നിന്നും എടുത്തുകൊണ്ട് പോയ കേർഡ് കിട്ടുന്നുണ്ട്. പിന്നെ മിനിഞ്ഞാന്നത്തെ ടാസ്കിൽ എല്ലാവരെയും എറിയാൻ വേണ്ടി കൊടുത്തിരുന്ന ഒരു മഞ്ഞ ബോൾ, അത് ബിഗ് ബോസിൻ്റെ പ്രോപ്പർട്ടിയാണ്. അതിലൊരു മഞ്ഞ ബോൾ അനുമോളുടെ ഡ്രസ്സിനിടയിൽ നിന്ന് കിട്ടി. അതുപോലെ തന്നെ ദീപാവലി സ്വീറ്റ്സ് ഇട്ട് വെക്കാൻ വേണ്ടി അനുമോള് ഒരു പാത്രം ഉപയോഗിച്ചിരുന്നു. ആ പാത്രമെല്ലാം എടുത്തുകൊണ്ട് നെവീൻ നേരെ അനുമോളുടെ അടുത്തേക്ക് വരുവാണ്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, ഇത് ബിഗ് ബോസിൻ്റെ പ്രോപ്പർട്ടി അല്ലേ, ഇവിടെ എന്നേക്കാളും കൂടുതൽ കട്ടെടുക്കുന്നത് നീയാടി, നീ ഇതെന്താണ് ഈ എടുത്തു വെച്ചിരിക്കുന്നതെന്നൊക്കെ ചോദിക്കുന്നു. ഉടനെ അനുമോള് പറയുന്നത്, ഞാൻ ബിഗ് ബോസിനോട് ചോദിച്ചിട്ടാണ് എടുത്തത്, നീ വേണേ ബിഗ് ബോസിനോട് ചോദിച്ചു നോക്ക്, എൻ്റെ സാധനങ്ങളൊന്നും എടുത്ത് കളയരുത് എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് നെവീൻ പറയുന്നത്, ഈ ബക്കറ്റ് ആര്യൻ്റെ ബക്കറ്റാണ്, സീക്രട്ട് ടാസ്കിൽ ആര്യന് ബിരിയാണി കിട്ടിയ ബക്കറ്റാണ്, ഇത് ആര്യന് വേണമെങ്കിൽ ഞാൻ സ്റ്റോർ റൂമിൽ വെച്ച് പൂട്ടും, ഇത് നിനക്കുപയോഗിക്കാൻ എന്ത് അധികാരമാണുള്ളത്? അതിനുശേഷം ആ കേർഡ് അവളുടെ മുമ്പിൽ ഇരുന്ന് തന്നെ കഴിക്കുന്നുമുണ്ട്. ഇതെന്ത് സ്വഭാവമാ, എന്ത് വൃത്തികെട്ട സ്വഭാവമാ, വൃത്തികെട്ട ജന്തു എന്നൊക്കെ അനുമോള് പറയുന്നുണ്ട്. അനുമോൾക്ക് സത്യം പറഞ്ഞാൽ നല്ല ദേഷ്യവും സങ്കടവും ഒക്കെ വരുന്നു. അനുമോൾ എന്നിട്ട് പൊട്ടിക്കരയുന്നുണ്ട്. പക്ഷേ അനുമോൾക്ക് പുറത്തിറങ്ങാനും സാധിക്കില്ല. പുറത്തിറങ്ങിയാൽ ടാസ്കിൽ നിന്നും ഔട്ടാകും. അനുമോളെ ട്രിഗർ ചെയ്യിച്ച് പുറത്തിറക്കാൻ വേണ്ടി തന്നെയാണ് നെവീൻ ഇങ്ങനെ കാണിക്കുന്നതും. അത് അനുമോൾക്ക് മനസ്സിലാവുന്നുണ്ട്. എന്തായാലും ലൈവിൽ ഇപ്പോൾ അനുമോൾക്കെതിരെ വീണ്ടും നെവീൻ്റെ ഒരു അഴിഞ്ഞാട്ടം തന്നെയാണ് നടക്കുന്നത്. എന്തായാലും കാത്തിരുന്ന് കാണാം. കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായി വീണ്ടും വരാം.